നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് പരിചിതമായ ഒരു വേദഭാഗം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് ചെറിയ പ്രവാചകരിൽ നമുക്കറിയാവുന്ന ഒരു പേരാണ് യോന പ്രവാചകൻ. നമ്മൾ 1-ാമത്തെ അധ്യായമാണ് വേദഭാഗമായി വായിച്ച് കേട്ടത്. എന്നാൽ ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിൽ യോനായുടെ ഈ ഒരു പുസ്തകം മൊത്തത്തിൽ ഒന്ന് നോക്കുമ്പോഴാണ് നമുക്ക് യോന പ്രവാചകൻ ആരായിരുന്നുവെന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്ത് സത്യങ്ങളെ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുമെന്നും നമുക്ക് ചിന്തിക്കുക. അതുകൊണ്ട് 4 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പുസ്തകത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയൊന്ന് ഓടിച്ചു കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമപുസ്തകത്തിലെ ഈ ചെറിയ പ്രവാചകന്മാരിൽ യോന നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അസംഭവനീയമായ ഒരു സംഭവം അത് വളരെ ചെറിയ നാളുകൾ തൊട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. യോന എന്ന് പറയുന്ന പ്രവാചകനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങിയെന്നും 3 രാവും 3 പകലും ആ മനുഷ്യൻ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞുവെന്നും 3 നാളുകൾ കഴിഞ്ഞപ്പോൾ മത്സ്യം തന്നെ കരയ്ക്ക് യോന പ്രവാചകനെ ഛർദ്ദിച്ചുവെന്ന് പറയുന്നതൊക്കെ അല്പം ഫിക്റ്റീഷ്യസ് ആയിട്ട് സാങ്കല്പികമായി നമുക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ യോന പ്രവാചകൻ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ആയിരുന്നോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ യോന പ്രവാചകൻ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന യൊരോബെയാം 2-ാം രാജാവിൻ്റെ വാഴ്ചയുടെ കാലത്ത് അമിത്ഥായിയുടെ മകനായ യോന പ്രവാചകൻ എന്നൊരു പരാമർശം നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പുതിയ നിയമ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങളിൽ യേശു കർത്താവ് യോന പ്രവാചകനെക്കുറിച്ച് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾക്കൊരു അടയാളം ആവശ്യമാണെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് യോനയുടെ അടയാളമല്ലാതെ മറ്റൊന്നും ലഭ്യമല്ല എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും നമുക്കത് വായിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും 11-ാം അധ്യായത്തിൽ കർത്താവ് അത് വളരെ മനോഹരമായി പറയുന്നു. യോന പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളങ്ങളിൽ ഇരിക്കും എന്നൊരു പരാമർശം പുതിയ നിയമ പുസ്തകങ്ങളിലും വായിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ജോന വാസ് നോട്ട് എ ഫിക്റ്റിഷ്യസ് ക്യാരക്ടർ, ബട്ട് ഹി ലിവ്ഡ് ഓൺ എർത്ത്. ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ട് യോന പ്രവാചകനെ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. യോന എന്ന പേരിൻ്റെ അർത്ഥം ഡവ് എന്നാണ്, പ്രാവെന്നാണ്. പ്രാവ് സാധാരണഗതിയിൽ സിംബലൈസ് ചെയ്യുന്നത് സമാധാനത്തെയും നിഷ്കളങ്കതയും ഒക്കെയാണ്. എന്നാൽ യോനയുടെ പുസ്തകത്തിലുടനീളം നമ്മളൊന്ന് വായിക്കുകയും ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം സമാധാനം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നും എത്രത്തോളം നിഷ്കളങ്കമായിരുന്നു യോനായുടെ മനസ്സെന്നും ഒക്കെ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഈ 1-ാമത്തെ അധ്യായം നമ്മൾ പരിചിതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനു മുൻപും വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. അവിടെ ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യം തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അമിത്ഥായിയുടെ മകനായ യോനായിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ. വളരെ ഡയറക്റ്റായിട്ട് മറ്റ് ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ലാതെ ഈ പുസ്തകം തുടങ്ങുന്നത് യഹോവയായ ദൈവം യോന പ്രവാചകനോട് ഒരു കാര്യം കൽപ്പിക്കുന്നു, ഒരു അരുളപ്പാട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ അരുളപ്പാട് എന്താണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവം യോനായ്ക്ക് കൊടുത്ത ഈ ഒരു മിഷൻ ഒരല്പം അപകടം പിടിച്ച ദൗത്യമാണ്. എന്തുകൊണ്ടാണ് ഇത് അപകടം പിടിച്ച ഒരു ദൗത്യമാകുന്നത്? വളരെ അൺഎക്സ്പെക്റ്റഡായി, അൺപ്രസിഡന്റഡായി, അതായത് അഭൂതപൂർവവും അപ്രതീക്ഷിതവുമായ ഒരു ദൗത്യം യോന പ്രവാചകനെ ദൈവം ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത്? കാരണം യോന ഇസ്രായേലിലെ ഒരു പ്രവാചകനാണ്. ഇസ്രായേലിനോട് ഒരു കാര്യം ചെന്ന് പറയുന്നത് പോലെയല്ല ഇസ്രായേലിൻ്റെ ശത്രു രാജ്യമായിരിക്കുന്ന അസീരിയൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് നിനവേ എന്ന് പറയുന്നത്. അവിടെ ചെന്ന് നിനവയിലുള്ളവരോട് നിങ്ങളുടെ ജീവിതം ശരിയല്ലെന്നും നിങ്ങളുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയെന്നും പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. മറ്റ് പ്രവാചകന്മാർക്കൊക്കെ ദൈവം കൊടുത്ത നിയോഗമോ അല്ലെങ്കിൽ ദൗത്യത്തെക്കാളൊക്കെ അല്പം പ്രശ്നം പിടിച്ച ഒരു ദൗത്യമാണ് യോന പ്രവാചകനെ യഹോവയായ ദൈവം ഏൽപ്പിക്കുന്നത്.
നമുക്കറിയാം, നിനവയിലേക്ക് പോകുവാൻ പറഞ്ഞ, നീ പുറപ്പെട്ട് നിനവയിലേക്ക് പോകുക എന്ന് പറഞ്ഞ യോന നിനവയിലേക്കല്ല പോയതെന്ന് പിന്നീട് നാം വായിക്കുന്ന വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഈസ്റ്റിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ വെസ്റ്റിലേക്ക് കൂലി കൊടുത്ത് ഒരു കപ്പലിൽ കയറി തർശീഷിലേക്ക് യാത്രയാകുന്ന യോന പ്രവാചകൻ. എന്തുകൊണ്ടാണ് നിനവയിലേക്ക് പോകാതെ തർശീഷിലേക്ക് യോന പോയതെന്നുള്ളതിനെക്കുറിച്ച് ഈ ഭാഗത്തൊരു പരാമർശമില്ലെങ്കിൽ പോലും യോനായുടെ നാവിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് താൻ തർശീഷിലേക്ക് പോയതെന്നുള്ളത് 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോന്നൽ ഇതായിരിക്കാം, പ്രാണഭയമായിരിക്കാം ഒരുപക്ഷെ യോനായെ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടുവാനായി ഇടയാക്കി തീർത്തത്. കാരണം നിനവെ ശത്രു രാജ്യമാണ്. മാത്രമല്ല, ചരിത്രകാരന്മാർ പറയുന്നു, അസീറിയൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ദുഷ്ടത നിറഞ്ഞത്, വളരെ ക്രൂര കൃത്യങ്ങൾ മാത്രം ചെയ്തിരുന്ന രാജാക്കന്മാരായിരുന്നു അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. അവരുടെ ക്രൂരതയെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ നിഷ്ഠൂരമായി യാതൊരു ദാക്ഷിണ്യവും ദയയുമില്ലാതെ ശത്രുരാജ്യത്തോട് പെരുമാറുന്ന രാജാക്കന്മാരായി. അവരുടെ മിലിറ്ററി വിക്ടറീസ് ഒക്കെ കാണിക്കുവാൻ വേണ്ടി അവർ പിടിച്ചടക്കുന്ന രാജ്യത്തെ കൊല്ലപ്പെടുന്ന ആളുകളുടെ ശവശരീരങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കൾച്ചർ, ഒരു മിലിറ്ററി കൾച്ചർ അസീറിയൻ എംപയറിനുണ്ടായിരുന്നു. മാത്രമല്ല, മരിച്ചു പോകുന്ന കുടുംബാംഗങ്ങളുടെ ശിരച്ഛേദനം ചെയ്ത് കുടുംബാംഗങ്ങളെ കൊണ്ട് പരേഡ് നടത്തുന്ന ഒരു പതിവ് അസീറിയൻ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. തടവുകാരായി പിടിച്ചുകൊണ്ട് വരുന്നവരെ വളരെയധികം പീഡിപ്പിക്കുന്ന ഒരു സംസ്കാരം അസീറിയൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നു. ഈ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമാണ് നിനവെ പട്ടണം. അപ്പോൾ അവിടേക്ക് പോകുക എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ആൾക്കാരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് യോന പ്രവാചകൻ ഒരുപക്ഷെ ഭയം കൊണ്ടാണോ അവിടേക്ക് പോകാഞ്ഞതെന്ന് നമ്മളുടെ മനസ്സിലേക്ക് ഒരു സംശയം ഇട്ട് തരുന്ന വിധത്തിലാണ് ഈ 1-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത്. തർശീഷിലേക്കുള്ള കപ്പലിൽ യോന കയറുകയാണ്. യോന എവിടെ നിന്നാണോ യഹോവയുടെ അരുളപ്പാടുണ്ടാകുന്നത് അവിടെ നിന്ന് അവൻ യോപ്പയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. കാരണം ജോപ്പ അവിടുത്തെ ഇസ്രായേലിലെ ഒരു പ്രമുഖ തുറമുഖമാണ്. അവിടെ നിന്ന് എങ്ങോട്ടേക്കുമുള്ള കപ്പൽ കയറുവാൻ അവന് സാധിക്കും. അവൻ പ്ലാൻ ചെയ്ത് പോയതാണോ എന്നറിയില്ല. പക്ഷേ ഏതായാലും എതിർ ദിശയിലുള്ള തർശീഷ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി യോന കപ്പൽ കയറുന്നതായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നു. യോന ഈ കപ്പൽ കയറിയതിന് ശേഷം എന്താണ് ചെയ്തത്? യോന കപ്പൽ കയറി തർശീഷിലേക്കുള്ള ഈ യാത്ര ആരംഭിക്കുന്നിടം വരെ ദൈവം സൈലൻ്റ് ആണ്. അവിടെ യഹോവ അരുളപ്പാട് കൊടുത്തതിന് ശേഷം പിന്നീട് അവിടെ ഒന്നും പറയുന്നില്ല. ബട്ട് വി സീ ദി ആക്ഷൻ ഓഫ് ഗോഡ് ഇൻ വേഴ്സ് 4. 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. നമുക്ക് ഈ കഥ നന്നായി അറിയാവുന്നതാണ്. സമുദ്രത്തിൽ ഈ പെരുങ്കാറ്റ് യഹോവ അടുപ്പിക്കുമ്പോൾ ആ കപ്പലിൽ സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന കപ്പൽക്കാരെ സംബന്ധിച്ച് വളരെയധികം ഭയം അവരുടെ ഉള്ളിലുണ്ടായി. എത്രയോ തവണ കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ടാവാം, എത്രയോ തവണ കാറ്റും കോളും അവർ നേരിട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇതുപോലെ ഒരു കാറ്റ് സമുദ്രത്തിൽ അവർ അന്ന് വരെ നേരിട്ടിട്ടില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെ പ്രകൃതി ഇത്രത്തോളം ശോഭിച്ചവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാവണം ഇതിലെന്തോ അൺനാച്ചുറലായിട്ടുണ്ട് എന്നവർക്ക് തോന്നി. അവരെല്ലാം ഭയന്നിട്ട് അവരവരുടെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാനായി തുടങ്ങി. ഈ സമയം യോനായുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു, യോനായോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. തൻ്റെ ചുറ്റിനുമുള്ളവരൊക്കെ ഭയത്താൽ അവരവരുടെ ദേവന്മാരെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യോന, ദൈവത്തിൽ നിന്ന് നിയോഗം ലഭിച്ചിരിക്കുന്ന യോന കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഉറക്കം നടിച്ചു കിടന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സഹോദരൻ ആദ്യമേ പറഞ്ഞ സെൻറ്റൻസ് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ദേശം അപകടത്തിലാകുമ്പോൾ, തിന്മയുടെ ശക്തി വർദ്ധിച്ചു വരുമ്പോൾ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാണ് ആ ദേവദാസൻ ആ പ്രാർത്ഥന ആരംഭിച്ചത്. ഇവിടെ തനിക്ക് ചുറ്റിനുമുള്ളവരും താനും ഉൾപ്പെടെ അപകടത്തിലേക്ക് താന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ, തനിക്ക് ചുറ്റിനും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ യോനയ്ക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്.
ബാക്കി എല്ലാവരും വിജാതീയരായിട്ടുള്ള കപ്പൽക്കാർ, ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുകയോ വിളിക്കുകയോ ചെയ്യുന്നവരല്ല ആ കപ്പൽക്കാർ. അവരൊക്കെ അവരവരുടെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് നിലവിളിക്കുമ്പോൾ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായി ഉറങ്ങി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്കിന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഇതല്ലേ? നമ്മളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, മറ്റുള്ളവരൊക്കെ അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് നിലവിളിക്കുമ്പോൾ എന്തേ നമുക്കിന്ന് നമ്മുടേതായ സുഖങ്ങളിൽ സുഖമായി ഉറങ്ങുവാൻ സാധിക്കുന്നുവെന്നുള്ളതാണ്. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന യോനായെ കപ്പലിൻ്റെ കപ്പിത്താൻ വന്ന് ഉണർത്തുന്നുണ്ട്. നിനക്കെങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്? നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കെന്ന് പറയുന്നു. അപ്പോൾ അന്നത്തെ ഒരു രീതിയാണ്, ചീട്ടിട്ട് ആരാണ് ഈ അനർത്ഥം വരുത്തിയതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ ചീട്ടിട്ടപ്പോൾ അത് യോനായുടെ പേരിലാണ് വീഴുന്നത്. ആ സമയത്ത് യോനായോട് ഇവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകുന്നത് നല്ലതാണ്. 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരയണം. ഇനിയും ടപ്പേ 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 എന്ന് കുറേ ചോദ്യങ്ങൾ ഇവർ ചോദിക്കുക. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. 4 ചോദ്യങ്ങൾ യോനായോട് തൻ്റെ ചുറ്റിനും നിൽക്കുന്നവർ ചോദിക്കുന്നു. വെളിവില്ലാതെ കിടന്നുറങ്ങുന്ന യോന ഞെട്ടി എഴുന്നേറ്റപ്പോൾ കേൾക്കുന്ന ഈ ചോദ്യങ്ങൾ: നിന്റെ തൊഴിലെന്താ? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേതാ? നീ ഏത് ജാതിക്കാരനാ? അതിന് യോന ഉത്തരം പറയുന്നു 2 വാചകങ്ങളായിട്ട്. ഞാൻ എബ്രായനാണ്. തൻ്റെ ജാതിയാണ് ആദ്യം യോന പറയുന്നത്. രണ്ടാമത് പറയുന്നു, കരയെയും ഭൂമിയെയും സൃഷ്ടിച്ച സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. ഐ വർഷിപ്പ് ദ ലോർഡ് ഹു ഹാസ് മെയ്ഡ് ദ ഹെവൻ ആൻഡ് ദ സീ, ദ ലാൻഡ് ആൻഡ് ദ സീ. അപ്പോൾ യോന ഇവരോട്, തനിക്ക് ചുറ്റിനും നിൽക്കുന്നവരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് താൻ ആരെ ആരാധിക്കുന്നുവെന്നും താൻ ഏത് ദേശക്കാരനാണെന്നും യോന പറയുന്നത്. ഇതിലൊരു വലിയ പ്രയാസവും പ്രശ്നവുമുണ്ട്. ഇവരെക്കാളൊക്കെ മുന്നമേ തന്നെ മുട്ടിന്മേൽ നിന്ന് ജീവനുള്ള ദൈവത്തെ വിളിക്കേണ്ടുന്ന യോനായെ ഉറക്കത്തിൽ നിന്ന് തട്ടിയുണർത്തി ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് യോന പറയുന്നത്, ഞാൻ ജീവനുള്ള ദൈവത്തെ ഭജിച്ചു വരുന്നവനാണെന്ന്. ഈ ഒരു ഭാഗം നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നമ്മളോട് പലരും ചില ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലേ അവർക്ക് മനസ്സിലാകുകയുള്ളൂ നാം ആരെ ആരാധിക്കുന്നു, നാം ആരെ വിളിക്കുന്ന, നമ്മുടെ ദൈവം ആരാണ്. നമ്മുടെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനിങ്ങിനും അപ്പുറമായി നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് മറ്റുള്ളവർക്ക് നമ്മൾ ആരെ ആരാധിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ പേര് ചോദിക്കാതെ, നമ്മുടെ നാട് ചോദിക്കാതെ, നമ്മൾ മാമോദീസ മുങ്ങിയ പള്ളി ചോദിക്കാതെ, ഇതൊന്നും ചോദിക്കാതെ തന്നെ എന്നെ കാണുമ്പോൾ, എൻ്റെ സ്വഭാവം കാണുമ്പോൾ, എൻ്റെ തിരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കുമ്പോൾ, ദ ചോയ്സസ് ഐ മേക്ക്, ദ ഡിസിഷൻസ് ഐ ടേക്ക്, എൻ്റെ ബന്ധങ്ങൾ കാണുമ്പോൾ, പണത്തോടുള്ള, പ്രശസ്തിയോടുള്ള, പദവിയോടുള്ള എൻ്റെ മനോഭാവം കണ്ടിട്ട് മറ്റാർക്കെങ്കിലും ഇതുവരെ പറയാൻ സാധിച്ചിട്ടുണ്ടോ, ഇവൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവൾ, ഇവൾ ക്രിസ്തുവിൻ്റെ അനുയായി, ഷീ ഈസ് എ ട്രൂ ബിലീവർ, ഹീ ഈസ് എ ട്രൂ ബിലീവർ എന്ന് പറയുവാൻ സാധിച്ചിട്ടുണ്ടോ? എന്തൊരു ഐറണിയാണല്ലേ. ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ച പ്രവാചകനോട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്, കരയെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെ ഭജിക്കുന്നവനാണ് ഇവനെന്ന്. ബാക്കിയുള്ളവരുടെയൊക്കെ ദൈവത്തെ അതാത് സമയങ്ങളിൽ വിളിച്ചു. പക്ഷെ യോന ഉറക്കത്തിലായിരുന്നു. എവിടെയാണ് നമ്മുടെ ഐഡന്റിറ്റി ആസ് എ ട്രൂ ക്രിസ്ത്യൻ ബിലീവർ റിവീൽ ചെയ്യാൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? എത്രയോ അക്രൈസ്തവരുടെ മധ്യത്തിലൊക്കെ ഒരുപക്ഷെ നമുക്ക് ജോലി ചെയ്യേണ്ടി വന്നെന്നിരിക്കാം. പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയിൽ നിന്നാണ് ഞാൻ യാത്ര ചെയ്ത് നിങ്ങളുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അക്രൈസ്തവരാണ് കൂടുതലായി ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി അവിടെ. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ കൂടുതൽ പേര് മെജോറിറ്റി നോൺ ക്രിസ്ത്യൻസ് ആണ്. ആ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഒരു അധ്യാപികയായി ഞാൻ നിൽക്കുമ്പോൾ, വേർ ഇസ് മൈ ക്രിസ്ത്യൻ ഐഡന്റിറ്റി? Sometimes I may be the only Bible my students read in their life. അവരുടെ ജീവിതത്തിൽ മറ്റൊരു വേദപുസ്തകം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നിലൂടെ വിശുദ്ധ വേദപുസ്തകം എന്തെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? അത്തരത്തിലൊരു അധ്യാപികയാകാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ക്രിസ്തീയ അസ്തിത്വത്തെ എനിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ കാട്ടിക്കൊടുക്കാനാവും? നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണം. ഇവിടെ യോനായുടെ ഐഡന്റിറ്റിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു സ്പിരിച്വലി ഷാലോ ഐഡന്റിറ്റിയുടെ ഉടമയായിരുന്നു യോന.
യോനയെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നാമധേയമൊക്കെ ഉണ്ട്. ഹി ഹാസ് ദ ടൈറ്റിൽ ഓഫ് ബീയിങ് ഗോഡ്സ് പ്രോഫറ്റ്. പക്ഷേ ഹി വാസ് സ്പിരിച്വലി ഷാലോ. എവിടെ താൻ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്നു എന്ന് വ്യക്തമായി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടുന്ന അവസരങ്ങൾ വരുമ്പോഴൊക്കെ വളരെ ഷാലോ ആയി പോകുന്ന, ആഴമില്ലാത്ത ക്രിസ്തീയ ഐഡന്റിറ്റിയുടെ ഉടമകളായി നാം ഓരോരുത്തരും മാറുന്നുണ്ടോ? രണ്ടാമതൊരു സെൽഫ് റൈച്ചസ് ആൻഡ് സെൽഫ് ബ്ലൈൻഡിങ് ഐഡന്റിറ്റി. ഇത് രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്. സെൽഫ് റൈച്ചസ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം നന്മ മാത്രം, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്, സ്വയം നീതീകരിച്ച് ജീവിക്കുന്നവർ. എന്നിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കൺവെൻഷൻ യോഗങ്ങളിലും പോകുന്നുണ്ട്. രാവിലത്തെ യോഗം, ബൈബിൾ സ്റ്റഡി തൊട്ട് ഒരാഴ്ചത്തെ കൺവെൻഷൻ തുടങ്ങിയാൽ ഒന്നുപോലും മുടക്കാതെ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഒരു കൂട്ടായ്മയും മിസ് ചെയ്യാറില്ല. എല്ലാ റിട്രീറ്റും കോൺഫറൻസിലും പങ്കെടുക്കുന്നുണ്ട്. സോ ഐ ആം റൈച്ചസ്. എൻ്റെ കണക്കുകൂട്ടലിൽ ഞാൻ നീതീകരിക്കപ്പെട്ട് നിൽക്കുകയാണ്. അതാണ് സെൽഫ് റൈച്ചസ് ഐഡന്റിറ്റി. ഇതിനോട് ചേർന്ന് ചിന്തിക്കണം, ദർ ഇസ് എ സെൽഫ് ബ്ലൈൻഡിങ് ഐഡന്റിറ്റി. എൻ്റെ കുറവുകൾക്ക് നേരെ ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. അന്ധനാണ് ഞാൻ. ഐ ഡോണ്ട് നോ വാട്ട് മൈ വീക്ക്നെസ്സസ് ആർ. എൻ്റെ കുറവുകൾ എന്തെന്ന് എനിക്ക് തിരിച്ചറിയത്തില്ല. മറ്റൊരു ഐഡന്റിറ്റിയാണ് എക്സ്ക്ലൂഡിങ് ഐഡന്റിറ്റി. ഞാൻ മാത്രം നല്ലത്, എന്നിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നവരെ ഒന്നും ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നവരെ, അത് ഏത് ആസ്പെക്റ്റിലുള്ള വ്യത്യാസവും ആയിക്കൊള്ളട്ടെ, അവരൊക്കെ എൻ്റെ ഐഡന്റിറ്റി സർക്കിളിന് പുറത്താണ്. ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ യോന ഇതെല്ലാം ഒരു ബാഗേജായി കൊണ്ടു നടന്നുവെന്ന് നമുക്ക് തോന്നാം. എന്നാൽ നമ്മുടെ ജീവിതത്തോടും ചേർന്ന് ചിന്തിക്കണം. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇല്ലേ? സ്പിരിച്വലി എത്രത്തോളം ഡീപ്പാണ് നമ്മുടെ ഐഡന്റിറ്റി, അതിന് പകരം എത്ര ഷാലോ ആണ്, ആഴമില്ലാത്ത വിധത്തിൽ. സ്പിരിച്വലാണ്, ആത്മീയതയുണ്ട് എന്ന് പറയുകയും ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഈ ആത്മീയതയെ പ്രതിഫലിപ്പിക്കേണ്ടുന്ന ഇടങ്ങളിലൊക്കെ വളരെ ഷാലോ ആയി പോകുന്ന നമ്മുടെ ഐഡന്റിറ്റി. യോന കിടന്നുറങ്ങിയത് അതുകൊണ്ടാണ്. ഇവിടെ യോന പറയുന്നു, ഞാൻ എബ്രായൻ, കരയെയും കടലിനെയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. എന്നാൽ അതിനുശേഷം ഈ കപ്പലിലുള്ളവരൊക്കെ ഭയപ്പെടുകയാണ്. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ഓടിപ്പോവുകയാണെന്ന് യോന ഇവരോട് പറഞ്ഞുവെന്ന് അതേ ഭാഗത്ത് പറയുന്നുണ്ട്. 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട് നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. നോർത്ത് നോക്കണം, വിജാതീയരായ കപ്പൽക്കാരെ സംബന്ധിച്ച് ജീവനുള്ള ദൈവത്തിൽ നിന്ന് ഇവൻ ഓടിപ്പോകുന്നു എന്ന് പറയുന്നത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ യോനയെ അത് അതുവരെ ഭയപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഓടിയ യോനയുടെ ഓട്ടത്തിന് നിങ്ങളൊന്ന് പ്രത്യേകത ശ്രദ്ധിച്ചാൽ, മലയാളം ബൈബിളിനെക്കാട്ടിലും കൂടുതൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയായി ഇത്തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഹി വെന്റ് ഡൗൺ ടു ജോപ്പ, ഹി വെന്റ് ഡൗൺ ടു ദ ബോട്ടം ഓഫ് ദ ഷിപ്പ്, ഹി വെന്റ് ഡൗൺ ടു ദ ബോട്ടം ഓഫ് ദ സീ എന്നാണ് പറയുന്നത്. അവൻ യോപ്പായിലേക്ക് പോയി, അവിടെ നിന്ന് കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക്, അവിടെ നിന്ന് കടലിൻ്റെ അടിത്തട്ടിലേക്ക്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ജനമേ, ദൈവസന്നിധിയിൽ നിന്ന് ഓടുന്ന ഞാനും നിങ്ങളും താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകുമെന്ന് യോനയുടെ ഓട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാമെന്ന് ഞാനും നിങ്ങളും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഓട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യോനയുടെ ജീവിതവും ഈ ഓട്ടവും ഒരു വ്യക്തമായ തെളിവാണ്. ഹി വെന്റ് ഡൗൺ ടു ജോപ്പ. അതായത് ഒരു ജോഗ്രഫിക്കൽ റീജിയൻ അനുസരിച്ച് യോന എവിടെ നിന്ന് പോയോ അവിടെ നിന്ന് സൗത്തിൽ, അതായത് സൗത്ത് സൈഡിലേക്കുള്ളൊരു സ്ഥലമായിരുന്നു ജോപ്പ. അതുകൊണ്ടാണ് ഡൗൺ ടു ജോപ്പ എന്ന് പറയുന്നത്. അവിടെ നിന്ന് കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് സുഖമായി ഉറങ്ങുവാൻ, അവിടെ നിന്ന് കപ്പൽക്കാരെടുത്ത് കടലിലേക്ക് എറിയുമ്പോൾ അവിടെയും കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം ഒരു മഹാമത്സ്യത്തോട് കൽപ്പിച്ച് യോനയെ വിഴുങ്ങുവാനായിട്ട് പറയുന്നു. 3 രാവും 3 പകലും ഈ മത്സ്യത്തിൻ്റെ ഉള്ളിൽ യോന കിടക്കുകയാണ്. യോനയെ ദൈവം വെറുതെ വിട്ടില്ല. ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ച, ദൈവത്തിൻ്റെ ദൗത്യം ലഭിച്ച ഈ യോനയുടെ ഐഡന്റിറ്റി ആസ് ഗോഡ്സ് പ്രോഫറ്റ് വിട്ടുകളയാൻ ദൈവം തയ്യാറായില്ല. നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്, ദൈവമേ, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന അഭിമാനത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ ദൈനംദിന ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഞാനൊരു ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് പകർന്നു കൊടുക്കുന്ന
എന്ത് എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ വാക്കിലൂടെ, എൻ്റെ നോട്ടത്തിലൂടെ, എൻ്റെ തിരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ എനിക്ക് മറ്റുള്ളവരോട് ഞാനൊരു യഥാർത്ഥ ക്രിസ്തീയ അനുയായിയാണ്. എൻ്റെ പ്രതികരണങ്ങളിലൂടെ, ദ റെസ്പോൺസസ് ടു മൈ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞ ദിവസം അഭിമന്യ തിരുമേനി തന്നെ നമ്മളോട് പറഞ്ഞു, നമ്മുടെ വാക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് നാം കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഓരോ വാക്കുകളും എൻ്റെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയോട് ചേർന്നുള്ളതാണോ? എന്നോട് ഇങ്ങോട്ട് പറയുന്നതിന് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹും ഐ ബിലീവ് ഇൻ. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തോടുള്ള കൂറാണ് ഞാൻ എൻ്റെ ഓരോ വാക്കുകളിലൂടെ വെച്ച് പുലർത്തേണ്ടുന്നത്. മറ്റുള്ളവർക്ക് എന്നെ നോക്കുമ്പോൾ ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് പറയത്തക്ക വിധത്തിൽ എന്ത് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. അതെല്ലാവരും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. മേൽപ്പട്ടക്കാർ തുടങ്ങി പൗരോഹിത്യ ശുശ്രൂഷയിൽ സുവിശേഷകർ, ലേ പീപ്പിൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം. എന്നെ ആക്കിയിരിക്കുന്നിടത്ത് ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാത്ത അന്യമതത്തിലുള്ളവർ, അന്യജാതിയിലുള്ളവരൊക്കെ ഉള്ളിടത്ത് ഹൗ ടു വാട്ട് എക്സ്റ്റെൻറ്റ് am I able to reveal my Christian identity? ദൈവം യോനായെ പിന്തുടരുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വളരെ ചെറിയൊരു അധ്യായമാണ് ചാപ്റ്റർ 2 ഓഫ് ദ ബുക്ക് ഓഫ് ജോന. അവിടെ നാം കാണുന്നു യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥന. ചിലരെ സംബന്ധിച്ച് അങ്ങനെയുള്ള അവസരം വന്നാലേ നിലവിളിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആ അവസരം നന്നായി യോനയെ ഉപയോഗിക്കുകയാണ്. യോനയുടെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടുത്തെ 2-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ യോനായുടെ നീണ്ട ഒരു പ്രാർത്ഥനയാണ് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട്. കാരണം യോനായ്ക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഇത് വന്ന് ഭാവിച്ചതെന്നും എന്തുകൊണ്ടാണ് തനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥ വന്നതെന്നും ഒക്കെ യോന നന്നായി മനസ്സിലാക്കുന്നു. അവിടുത്തെ 9-ാമത്തെ വാക്യം മാത്രം ഒന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മാനസാന്തരം യോനായിൽ ഉണ്ടാകുന്നതായിട്ട് ഒരു പക്ഷേ വായിക്കുന്ന നമ്മൾക്ക് തോന്നാം. കാരണം അത്തരത്തിലുള്ള വളരെ ഭംഗിയായി യോന തൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ്. ഞാൻ കഷ്ടത്തിലായിരുന്നു, എൻ്റെ പ്രാണനെ നീ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയിരിക്കുന്നു. ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ അനുഭവത്തെക്കുറിച്ചൊക്കെ വളരെ നന്നായി യോന വിവരിക്കുന്നുണ്ട്. ലാസ്റ്റിൽ വന്ന് പറയുകയാണ്, ഞാൻ സ്തോത്രനാദം നിനക്ക് അർപ്പിക്കും. അതായത് ഇവിടെ നിന്ന് ഇനി എനിക്കൊരു രക്ഷയുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പൂർണ്ണമായി ഞാൻ നിനക്ക് സമർപ്പിക്കും എന്ന് പറയത്തക്ക വിധത്തിലേക്കൊക്കെ യോനായുടെ രൂപാന്തരം മാറുന്നതായിട്ട് ഒരു പക്ഷേ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. അവിടുത്തെ 10-ാം വാക്യത്തിൽ, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. 3 രാവും പകലും യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കുമ്പോൾ തനിക്കുണ്ടായ രൂപാന്തരത്തിൻ്റെ ഫലമാണ് ഇതെന്ന് പറയുവാൻ സാധിക്കത്തില്ല. കാരണം ഗോഡ് ഹാഡ് ഡിസൈഡഡ് ദിസ്. ഇത് നേരത്തെ തന്നെ യഹോവ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. മഹാമത്സ്യത്തോട് പറയുന്നു യോനായെ ഛർദ്ദിച്ചു കളയുവാനായിട്ട്. 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ദിസ് ഇസ് എ സെക്കൻഡ് ചാൻസ് ഫോർ ജോന. ദൈവം 2-മതൊരു ചാൻസ് നൽകുന്നവനാണെന്നുള്ളതിൻ്റെ തെളിവാണ് 3-ാം അധ്യായം നമ്മളുടെ മുൻപിലേക്ക് തരുന്നത്. 3-ാം അധ്യായം തുടങ്ങുന്നത് യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ. അപ്പോൾ 1-മതുണ്ടായ അരുളപ്പാടിനോടുള്ള യോനായുടെ അനുസരണക്കേടാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ ചിന്തിച്ചതെങ്കിൽ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യോനായ്ക്ക് വീണ്ടും അതേ അരുളപ്പാട് യഹോവയായ ദൈവം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോനായെ വെറുതെ വിടാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ അടുത്ത തെളിവാണ് വീണ്ടും അതേ അരുളപ്പാട് കൊടുത്ത്. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ കമാൻഡ്. അവിടെ ദൈവം കൊടുക്കുന്ന ആ അരുളപ്പാടിൽ വ്യത്യാസമൊന്നുമില്ല. നീ ഞാൻ പോകണം എന്ന് പറയുന്നിടത്ത് തന്നെ പോകണം, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നീ അവിടെ ചെന്ന് പറയണം. അങ്ങനെ നിനവയിലേക്ക് പോകാൻ ഇനിയിപ്പോൾ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. ഇനിയും വേറെ ടിക്കറ്റ് എടുക്കുന്നില്ല, വേറെ ഡയറക്ഷൻ ഇല്ല. യോനായെ സംബന്ധിച്ച് മനസ്സിലായി, ഇപ്പോൾ മഹാമത്സ്യമായിരുന്നെങ്കിൽ ഇനി ഇതിനേക്കാൾ വലുത് എന്ത് വരാനാണ് എന്ന് കരുതിയിട്ട് യോന അനുസരിക്കുന്നതായിട്ട് നമുക്ക് 3-ാം അധ്യായത്തിൽ കാണാം. നിനവയിലേക്ക് യോന പോവുകയാണ്. നിനവയിൽ ചെന്നുവെന്ന് മാത്രമല്ല, യോനായോട് ദൈവം എന്ത് പറഞ്ഞിരുന്നോ, എന്ത് കൽപ്പിച്ചിരുന്നോ അത് യോന അവിടെ പറയുന്നു. ഇവിടെ 3 ദിവസം സഞ്ചരിക്കേണ്ടുന്ന ഒരു മഹാനഗരമാണ് നിനവേ എന്ന് എഴുതിയിട്ടുണ്ട്. യഹോവയുടെ കൽപ്പന പ്രകാരം യോന ഒറ്റ ദിവസത്തെ വഴിസഞ്ചാരം കഴിഞ്ഞ് അവരോട് പറയുന്നു, 40 ദിവസത്തിനുള്ളിൽ നിനവേ ഉന്മൂലമായി നാശത്തിന് ഇരയാകും. നിനവേ സിറ്റി വിൽ ബി ഡിസ്ട്രോയിഡ് വിതിൻ 40 days എന്ന വളരെയധികം ഉറച്ച് യോന ഘോഷിക്കുന്നതായിട്ട് ആ ഭാഗത്ത് പറയുന്നുണ്ട്.
5-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ ഉടനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നിനവേക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ രാജ്യത്തേതല്ലാതെ ശത്രു രാജ്യത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്ന്, പ്രവാചകൻ എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരുവൻ വന്ന് 40 ദിവസം കൊണ്ട് നിങ്ങളുടെ പട്ടണം നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പക്ഷേ നിനവേക്കാർ റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ഹാൻഡ് ഓഫ് ഗോഡ്, ദിസ് ഇസ് ദ വർക്ക് ഓഫ് ഗോഡ്. ചരിത്രം ഇങ്ങനെ പറയുന്നു: യോനാ പ്രവാചകൻ നിനവയിൽ ചെന്ന് ഈ ഒരു പ്രവചനം പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അസീരിയൻ സാമ്രാജ്യത്തെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോവുകയാണ്. ക്ഷാമവും ചില ബാധകളിലൂടെയൊക്കെ അവർ കടന്നു പോയിക്കൊണ്ടിരുന്നുകൊണ്ട് they were actually expecting an imminent danger in their lives. എന്തോ അപകടം വരാൻ പോകുന്നു എന്നൊരു തോന്നല് നിനവേക്കാർക്കും അസീരിയൻ രാജാക്കന്മാർക്കും ഉള്ളിൽ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്ന സമയത്താണ് യോന അവിടെ ചെന്ന് ഈ പ്രവചനം പറയുന്നത്. അതുകൊണ്ടാവാം നിനവേക്കാർ വളരെ വേഗം പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്തതെന്ന് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയില്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യത്തിൻ്റെ പോലും ഗ്യാപ്പ് ഇല്ലാതെ തന്നെ യോന പറയുന്നതിനോട് നിനവേക്കാർ റെസ്പോണ്ട് ചെയ്തുവെന്ന് നമ്മൾ വായിക്കുകയാണ്. പിന്നീട് അവിടെ കാണുന്നത് ഒരു മാസ് റിപ്പൻറ്റൻസ് ആണ്. രാജാവ് തുടങ്ങി മനുഷ്യരെല്ലാവരും മൃഗങ്ങളെല്ലാവരും ഒരുപോലെ ഈ ഉപവാസത്തിൽ പങ്കെടുത്ത് അവരനുദപിക്കുവാനായിട്ട് തയ്യാറാകുന്നു. രാജാവിൻ്റെ ചെവിയിൽ ഈ വാർത്ത എത്തിയപ്പോൾ രാജാവ് ഒരു കൽപ്പന ഇടുകയാണ്: മനുഷ്യനും മൃഗവും ഒക്കെ ഒരുപോലെ രട്ടെടുത്ത് വെണ്ണീറിലിരുന്ന് ഒരു വിധത്തിലുള്ള സുഖവും സന്തോഷവും ഒന്നും ആഗ്രഹിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യാതെ ദുർമാർഗം വിട്ട്, ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ രീതികളും വിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയണമെന്നുള്ള ഒരു വലിയ കമാൻഡ് രാജാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 10-ാമത്തെ വാക്യം, ലാസ്റ്റ് വാക്യമാണ് 3-ാം അധ്യായത്തിൻ്റെ. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. നിനവെ പട്ടണക്കാരെല്ലാവരും മാനസാന്തരത്തിന് തയ്യാറായപ്പോൾ, ഒരു മാനസാന്തരത്തിൻ്റെ ഭാവത്തിലേക്ക് വന്നപ്പോൾ ദൈവം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞിരുന്ന അനർത്ഥം വരുത്താതിരിപ്പാൻ തക്കവണ്ണം ഗോഡ്സ് ഹാർട്ട് ഫെൽറ്റ് കമ്പാഷനറ്റ് ടുവേർഡ്സ് ദ നിനവൈറ്റ്സ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവരോട് തോന്നിയ ഒരു അനുകമ്പയാണ്. ഒരുപക്ഷെ യോനായുടെ പുസ്തകം ഈ 3 അധ്യായം കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ എൻഡിങ് ടു ദ ബുക്ക് ഓഫ് ജോന. തുടക്കത്തിൽ യോന പ്രവാചകനോട് ദൈവം ഒരു ദൗത്യം കൊടുക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു, ദൈവം തിരിച്ചു പിടിക്കുന്നു ആ മനുഷ്യനെ, ഒരു മഹാസംഭവത്തിലൂടെ അവന് ജീവൻ തിരിച്ചു കൊടുക്കുന്നു, വീണ്ടും ദൗത്യമേൽപ്പിക്കുന്നു, യോന ചെല്ലുന്നു, പ്രവചിക്കുന്നു, ജനം അനുതപിക്കുന്നു, ദൈവത്തിന് അനുകമ്പ തോന്നുന്നു. ആൻഡ് ദാറ്റ് ഇസ് ദി എൻഡ്. ഇതോടുകൂടെ യോനായുടെ പുസ്തകം തീർന്നിരുന്നെങ്കിൽ നമുക്കൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ യോനായുടെ പുസ്തകത്തിൽ നമ്മളെയൊക്കെ പിടിച്ചുലയ്ക്കുന്ന ഒരു 4-ാമത്തെ അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 4-ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മളുടെ ശ്രദ്ധ ഏറ്റവും അധികമായി നമ്മൾ കൊണ്ടുപോകേണ്ടുന്നത്. തിമത്തി കെല്ലർ എന്ന് പറയുന്ന ഒരു തിയോളജിയൻ ആൻഡ് എ ബുക്ക് റൈറ്റർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് യോനായെക്കുറിച്ച്. ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ഇസ് ദ പ്രോഡിഗൽ പ്രോഫറ്റ്. ദ പ്രോഡിഗൽ എന്നുള്ള വാക്ക് നമുക്ക് വളരെ പരിചിതമാകുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ മുടിയനായ പുത്രൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പുത്രൻ എന്ന് പറയുന്ന ഉപമയിലൂടെയാണ് ദ പ്രോഡിഗൽ എന്നുള്ള വാക്ക്, ദ ലോസ്റ്റ് എന്നുള്ള വാക്കാണ് ദ പ്രോഡിഗൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഈ തിമത്തി കെല്ലർ യോനായെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ദ പ്രോഡിഗൽ പ്രോഫറ്റ് എന്നൊരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു നാമധേയം ഈ പ്രവാചകന് കൊടുക്കാൻ കാരണമെന്ന് അദ്ദേഹം പറയുന്നു. മുടിയനായ പുത്രൻ്റെ കഥയിൽ 2 ആൺമക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലെ ഇളയ മകനാണ് ആദ്യത്തെ അവിടുത്തെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇളയ മകൻ അപ്പനോട് പറയുന്നു: അപ്പാ, എനിക്ക് അവകാശപ്പെട്ടതൊക്കെ നീ എനിക്ക് തന്നാൽ ഞാൻ അതും കൊണ്ട് എൻ്റെ ജീവിതം ഒന്ന് അടിച്ചു പൊളിക്കാൻ ഞാൻ പൊക്കോളാം. അങ്ങനെ അപ്പൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോകുന്ന ഇളയ മകൻ. തിമത്തി കെല്ലർ പറയുന്നത് ഈ യോനായുടെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഇളയ മകൻ്റെ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്.
എന്നാൽ ഈ ഇളയ മകൻ ഒരു മാനസാന്തരമുണ്ടായി മടങ്ങി വന്നു കഴിയുമ്പോഴാണ് ജ്യേഷ്ഠ സഹോദരന്റെ ഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ജ്യേഷ്ഠ സഹോദരന്റെ ഭാവം ഇത്ര മാത്രമേ ഉള്ളൂ: അപ്പനോട് അനുസരണമുണ്ട് എന്നൊക്കെ ഭാവിച്ചു കൂടെ നിന്നെങ്കിലും അനിയന്റെ മാനസാന്തരത്തെയോ അപ്പൻ അനിയനോട് കാണിക്കുന്ന സ്നേഹത്തെയും അനുകമ്പയെയും ദയയും ദാക്ഷിണ്യത്തെയും ഒന്നും ഉൾക്കൊള്ളാൻ മാത്രം ജ്യേഷ്ഠ സഹോദരന്റെ മനസ്സിന് വ്യാപ്തി ഉണ്ടായില്ല. തിമത്തി കെല്ലർ പറയുന്നു, 4-ാം അധ്യായത്തിൽ ഈ യോനായുടെ ഉള്ളിലെ ജ്യേഷ്ഠ സഹോദരനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സോ ജോന എന്ന് പറയുന്ന വ്യക്തിക്ക് ഹി ഹാസ് ഗോട്ട് ദ ഫേസസ് ഓഫ് ബോത്ത് ദ സൺസ് ഫ്രം ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ. മുടിയനായ പുത്രന്റെ ഉപമയിലെ 2 മക്കളുടെയും ഭാവം ഒരുമിച്ച് വരുന്ന ഒരു പ്രവാചകനായി യോനായെ അദ്ദേഹം വിവരിച്ച് നമ്മളുടെ മുൻപിലേക്ക് വളരെ മനോഹരമായി നൽകിയിട്ടുണ്ട്. ആൻഡ് വെൻ യു ഗോ ത്രൂ ദ ബുക്ക്, ഇറ്റ് ഈസ് അമേസിങ് ടു സീ എങ്ങനെയാണ് യോന ഈ 2 ഭാവവും തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പനിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോയ മകനായി ആദ്യ ഭാഗത്തും, മാനസാന്തരപ്പെട്ടു വന്ന അനിയനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയത്തെ അടച്ചു നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരനായിട്ടും യോന നമ്മളുടെ മുൻപിൽ നിൽക്കുകയാണ്. വളരെ വേഗം 4-ാം അധ്യായത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോകട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു. അതായത് ദൈവം അനുതപിച്ചു നിനവേക്കാരെ വെറുതെ വിടുമെന്ന് പറഞ്ഞത് യോനായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അതുവരെ വേണ്ടാത്ത പണിയെല്ലാം കാണിച്ചവനാ, ദൈവം തമ്പുരാൻ്റെ കരസ്പർശനമേറ്റ് വീണ്ടും ഒരു ചാൻസ് കിട്ടിയവനാ. പക്ഷേ ദൈവം ചെയ്തൊരു കാര്യത്തിന്മേൽ അവൻ അനിഷ്ടമുണ്ടായി, അവന് കോപം വന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പിന്നെ 2 മുതൽ 3 വാക്യങ്ങളിൽ യോന തൻ്റെ ഉള്ളിലുള്ളതെല്ലാം കൂടി പുറത്തേക്കെടുത്തിടുകയാണ് ദൈവസന്നിധിയിൽ. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീഷിലേക്ക് ബന്ധപ്പെട്ട് ഓടിയത്. ഞാൻ പറഞ്ഞില്ലേ, 1-ാം അധ്യായത്തിൻ്റെ തുടക്കഭാഗം കാണുമ്പോൾ എന്തിനായിരിക്കാം നിനവേ പോകാണ്ട് തർശീഷിലേക്ക് യോന പോയതെന്ന് നമുക്കൊരു സംശയം തോന്നാം. പ്രാണഭയം കൊണ്ടാണോ, ശത്രു രാജ്യമായതുകൊണ്ടാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഒരു സ്കോപ്പ് തരുന്നുണ്ടെങ്കിലും 4-ാം അധ്യായത്തിൽ യോനയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുകയാണ്, നീ ദയയും നീ കരുണയും നീ മഹാദയാലുവും, അതിന് അടുത്ത ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്ന എന്ന് ഞാൻ അറിഞ്ഞു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിനവേക്ക് പോകാൻ ഞാൻ മടിച്ചത്. കാരണം നിനവേക്കാർ നിന്റെ കൃപ അർഹിക്കുന്നില്ല, നിനവേക്കാർ നിന്റെ കരുണ അർഹിക്കുന്നില്ല, നിനവേക്കാർക്ക് നിന്റെ അനുകമ്പ വേണ്ട. കാരണം നിനവേ എൻ്റെ ശത്രു രാജ്യമാണ്. എങ്ങനെയെങ്കിലും നിനവയുടെ നാശം കാണണമെന്നുള്ളത് എൻ്റെ ഉള്ളിലെ ഒരു അജണ്ട ആയിരിക്കെ ഞാൻ ഇത് ചെന്ന് അവരോട് പ്രവചിക്കുമ്പോൾ അവരനുദപിക്കുമെന്നും നിനക്ക് അനുകമ്പയുണ്ടാകുമെന്നും എനിക്ക് മുന്നമേ അറിയാം. ഞാനിത് വീട്ടിലിരുന്നപ്പോഴേ എൻ്റെ മനസ്സിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ തർശീഷിലേക്ക് കൂലി കൊടുത്തിട്ടാണേലും വേണ്ടുകയില്ല ബന്ധപ്പെട്ടു പോകാൻ ഞാൻ തയ്യാറായത്. ഈ ഒരു ഭാഗം നമ്മെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ജോന വെരി ക്ലിയർലി ന്യൂ ഹൂ ഹിസ് ഗോഡ് ഇസ്, ബട്ട് ഹി കുഡ് നോട്ട് അക്സെപ്റ്റ് ദി ആക്ഷൻസ് ഓഫ് ഗോഡ്. തൻ്റെ ദൈവം ആരാണ് എന്ന് വ്യക്തമായി യോനായ്ക്ക് അറിയാമായിരുന്നു. അവൻ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും ഉള്ള ദൈവമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ ആക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മനസ്സിന് വ്യാപ്തിയില്ല എന്ന് യോന തുറന്ന് പറയുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും പറ്റുന്ന പരാജയം അവിടെയാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മൾക്കറിയാം, പക്ഷേ അവൻ ചെയ്യുന്ന ചില കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ നമ്മൾ ആരും സന്നദ്ധരല്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, സകലവും എൻ്റെ നന്മയ്ക്കായി എൻ്റെ ദൈവം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നില്ലെങ്കിൽ എനിക്ക് ഈ ദൈവത്തെ വേണ്ട. രോഗത്തെ സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് എനിക്കറിയാം. എൻ്റെ ഹിതമല്ല, അവൻ്റെ ഹിതം നടക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ പോലെ, എൻ്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച്, എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഗോഡ് ഈസ് നോട്ട് ദെയർ ഇൻ മൈ ലൈഫ്. ഇതാണ് യോനയും ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്. നീ കൃപയും കരുണയും മഹാദയവും ഒക്കെയുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് ഈ അനുകമ്പയുണ്ടല്ലോ, അതും എൻ്റെ ശത്രുക്കളോട്, ഇത്രയധികം ക്രൂരരായി ജീവിക്കുന്നവരോട്, അതിനെ ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഒരു സർക്കിളിൽ ജീവിച്ചു പോവുക. അതായത് ദൈവം ഞാൻ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന ഒരുവനായാൽ ദൈവം നമുക്ക് വേണം.
ആ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തിൽ വിശ്വസിപ്പാൻ, ആ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഞാൻ തയ്യാറാണ്. ഈ പണ്ടൊക്കെ ഈ കുളം കര എന്ന് പറയുന്ന ഒരു കളി കളിക്കും. സ്കൂളിലൊക്കെ നമ്മൾ കളിച്ചിട്ടുള്ളൊരു കളിയാണ്. ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കും. ആ വട്ടത്തിന് പുറത്ത് കുറച്ച് പേര് നിൽക്കും. വട്ടത്തിനകം എന്ന് പറയുന്നത് കുളം, അതിൻ്റെ വെളിയിലുള്ള ഭാഗം കരയാണ്. കുളം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അകത്തേക്ക് ചാടും. കര എന്ന് പറയുമ്പോൾ വട്ടത്തിന് വെളിയിലേക്ക് ചാടണം. നമ്മളിങ്ങനെ ദൈവത്തെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ കുളം എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ അകത്തേക്ക് ചാടിക്കണം. നമ്മൾ കര എന്ന് പറയുമ്പോൾ ദൈവം പുറത്തേക്ക് ചാടണം. നമ്മളെങ്ങാനും കുളമെന്ന് പറയുമ്പം പുള്ളിക്കാരൻ വെളിയിലെങ്ങാനും നിന്നാൽ ഹീ ഈസ് ഔട്ട് ഓഫ് ദ ഗെയിം. നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഇങ്ങനെയൊരു ദൈവമില്ല. ഇതുവരെ പ്രാർത്ഥിച്ചതും ഇതുവരെ ഉപവസിച്ചതും ഇതുവരെ നിലവിളിച്ചതും ഒക്കെ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മൈ ലൈഫ്. യോന അതാണ് ഇവിടെ ചെയ്യുന്നത്. നീ ഇങ്ങനെയൊക്കെയുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. നിന്റെ ഉള്ളിൽ കൃപയുണ്ട്, നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. എവറിത്തിങ് ഇസ് ദെയർ ഇൻ യുവർ ലൈഫ്, ബട്ട് ഐ കൻ നോട്ട് അക്സെപ്റ്റ് യുവർ ആക്ഷൻസ്. നീ ചെയ്യുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. അടുത്ത വാക്യം പറയുന്നു, ആകയാൽ യഹോവയെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ മീ ടു ഡൈ. ഈ നിനവേക്കാര് സമാധാനത്തിലും അനുഗ്രഹത്തിലും ജീവിക്കുന്നത് കാണുന്നതിനേക്കാൾ ഭേദം ഞാൻ മരിക്കുന്നതാണ്. നമുക്കും ഈ മനോഭാവം ഉള്ളിൽ വരാറില്ലേ? ചിലരുടെയൊക്കെ നന്മ കാണുമ്പോൾ, ചിലരുടെയൊക്കെ ഉയർച്ച കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത എത്ര വലുതാ. നമ്മുടെ സെൽഫ് റൈച്ചസ് ഐഡന്റിറ്റി ചിലരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ദൈവം അനുഗ്രഹിച്ചു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസികമായി ഉണ്ടാകുന്ന അസ്വസ്ഥത എത്ര വലുതാ. ഇവിടെ യോന പറയുകയാണ്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നത് നന്ന്. നോർത്ത് നോക്കിയാൽ ഹീ ഈസ് ഫ്രസ്ട്രേറ്റഡ് ടു ദാറ്റ് പോയിന്റ്. ആ ഒരു പോയിന്റ് വരെ യോനായെ സംബന്ധിച്ച് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഏതാ? ദൈവത്തിൻ്റെ അനുകമ്പ കാരണം നിനവേക്കാർക്കുണ്ടാകുന്ന വിടുതൽ കണ്ടിട്ട് ഈ മനുഷ്യന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ദൈവം 2 പ്രാവശ്യം ചോദിക്കുന്നുണ്ട് യോനയോട്, നീ കോപിക്കുന്നത് വിഹിതമോ? ഡു യു ഹാവ് എനി റൈറ്റ് ടു ബി ആംഗ്രി? നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ടും യോന അതിന് ഉത്തരമൊന്നും പറയാതെ ഈ പട്ടണത്തിൻ്റെ ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ഭവിക്കും നിനവേക്കാർക്കെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു മൂലയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവനൊരല്പം ആശ്വാസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ദൈവത്തിൻ്റെ അനുകമ്പയുടെ മറ്റൊരു പ്രതിഫലനമാണ് ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. നമ്മളവിടെ വായിക്കുന്നുണ്ട് 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി, അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. അവനൊരല്പം ആശ്വാസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ബുദ്ധിമുട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചു ഇവൻ്റെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് ഒരല്പം ഷെയ്ഡ്, തണൽ കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത് യോന ആവണക്ക് നിമിത്തം സന്തോഷിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും വാക്യങ്ങൾ വായിച്ചതിൽ വേറെ എവിടെയെങ്കിലും ഈ ഭാഗത്ത് യോന സന്തോഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ? എൻ്റെ വേദപുസ്തകത്തിലില്ല, നിങ്ങളുടേതിലും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുക. അതായത് അല്പസമയത്തെ സുഖം തരുന്ന, ഒരു ഇച്ചിരി തണൽ തരുന്ന ആവണക്ക് നിമിത്തം യോന എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ സന്തോഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതിലെ ഐറണി ഒന്ന് ചിന്തിച്ച് നോക്കണം. തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം അത് നിറവേറ്റിയപ്പോൾ ഒരു വലിയ ജനത മുഴുവൻ അനുതപിക്കുന്നത് കണ്ടിട്ട് യോനായ്ക്ക് സന്തോഷമുണ്ടായില്ല. അവരുടെ അനുതാപം കണ്ടിട്ട് അവരെ അനർത്ഥത്തിൽ നിന്ന് വിടുവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചപ്പോൾ യോനായ്ക്ക് സന്തോഷമുണ്ടായില്ല. അനുസരണക്കേട് കാണിച്ച് മറ്റൊരു വഴി പോയിട്ടും ദൈവം തമ്പുരാൻ പിടിച്ചു കൊണ്ടുവന്ന ഒരു ചാൻസ് കൂടെ നൽകിയിട്ടും യോനായ്ക്ക് സന്തോഷമുണ്ടായില്ല. യോന ആ സന്തോഷം കണ്ടെത്തിയത് അല്പനേരത്തേക്ക് തലയുടെ മുകളിലൂടെ കിളിച്ചു വന്ന ആവണക്കില. ഇങ്ങനെയുള്ള ആവണക്ക് കൊണ്ടു നടക്കുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖം, നമ്മുടെ സമാധാനം നാം എന്ത് ആവണക്കിലാണ് കണ്ടെത്തുന്നതെന്ന് ഈ രാത്രി ചിന്തിക്കണം. വാട്ട് ഈസ് ദി ആവണക്ക് ഇൻ മൈ ലൈഫ്? What is the plant in my life that gives me temporary pleasure? അല്പനേരത്തെ സുഖം തരുന്ന കാര്യങ്ങളുടെ പിന്നാലെ അത്യന്തം സന്തോഷിക്കുന്ന ഒരു ജനതയോട് ഇവിടെ ദൈവം തമ്പുരാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആവണക്ക് സൃഷ്ടിച്ച, കൽപ്പിച്ചുണ്ടാക്കിയ ദൈവത്തെ മറന്ന് ആവണക്കിൽ സന്തോഷിക്കുന്ന യോന. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആവണക്കുകളുടെ പുറകെ പോകുന്നവരായി നാം തീരുന്നില്ലേ? യഥാർത്ഥമായി നമ്മളുടെ ആത്മീയതയിൽ
ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ നിരാശകൾ ഉണ്ടാകുന്നത്, വലിയ നഷ്ടബോധം ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആവണക്കുകൾ നഷ്ടപ്പെടുമ്പോൾ, അവ തീർന്നു പോകുമ്പോൾ, ഇവിടെ ആവണക്ക് വാടിപ്പോയി കഴിഞ്ഞപ്പോൾ യോനായ്ക്കുണ്ടായ ഭാവം എന്താ? ദ സെയിം ഓൾഡ് ഭാവം എന്താ? ഇനി എനിക്ക് മരിക്കുന്നത് ഉത്തമം, ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലും ദൈവം തമ്പുരാൻ അതാത് സമയങ്ങളിൽ ഒന്ന് അല്പം സന്തോഷിച്ചോട്ടെ, ഒന്ന് അല്പം സുഖിച്ചോട്ടെ, ഒരല്പം തണൽ എൻ്റെ പൈതലിനിരിക്കട്ടെ എന്ന് കരുതി തരുന്ന അനുഗ്രഹങ്ങൾ കണ്ട്, അത് മാത്രം കണ്ട് അതിൽ സന്തോഷിച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അതൊന്ന് കുറഞ്ഞു പോകുമ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോഴും മരിച്ചാൽ മതിയായെന്നുള്ള നിരാശയിലേക്ക് വീണു പോകുന്ന ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും മാറിപ്പോകുന്നുണ്ടോ? സങ്കീർത്തനം 16:11 ദാവീദ്, ദൈവത്തെ രുചിച്ചറിഞ്ഞ ദാവീദ് പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എക്കാലവും പ്രമോദങ്ങളുമുണ്ട്. ഐ ഫൈൻഡ് ജോയ് ഇൻ യുവർ പ്രസൻസ്. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷമുണ്ടെന്നല്ല, സന്തോഷ പരിപൂർണതയുണ്ടെന്നാണ് നാം വായിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ സന്തോഷം എവിടെയാ? ഇവിടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ പോലും അറിയാം എന്തൊക്കെയോ ഭാരങ്ങളുമായി നമ്മൾ വന്നിരിക്കുക. എവിടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷമുള്ളത്? ആവണക്കിൽ അത്യന്തം സന്തോഷിച്ച യോന നിരാശയിലേക്ക് വീണു. കാരണം ഈ ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കിയ യഹോവയ്ക്ക് അറിയാം ഈ ആവണക്ക് എങ്ങനെ നശിപ്പിക്കണമെന്ന്. അതുകൊണ്ടൊരു ചെറിയ പുഴുവിനെ വിട്ടു. പുഴുവിനെയും കൽപ്പിച്ച് എന്താ പറഞ്ഞത്? ഈ ആവണക്കിനെ കുത്തിക്കളയാനായിട്ട് പറഞ്ഞു. ആ ആവണക്ക് വാടിപ്പോയി. യോന വീണ്ടും നിരാശയിലേക്ക് വീണിട്ട് പറയുകയാണ്, ഞാൻ കോപിക്കുന്നത് വിഹിതമാണ്, ഇനി എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ആ കൂടെ ഉണ്ടായിരുന്ന ഒരല്പം തണലേ ഉണ്ടായിരുന്നുള്ളൂ, അതും പോയി. ഇതിനുശേഷം ദൈവം യോനായോട് ചോദിക്കുന്ന 2 കാര്യങ്ങൾ, 2 ചോദ്യങ്ങളോടുകൂടെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുക. ഉത്തരം യോന നൽകുന്നില്ല. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ഓൺലി ടു ജോന, ഇറ്റ് ഇസ് ഫോർ അസ് ഓൾസോ. നമ്മളോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ദൈവം ചോദിക്കുന്നു, ഒരല്പനേരത്തേക്ക് നീ നട്ടുണ്ടാക്കാഞ്ഞ, നീ വളർത്താഞ്ഞ, നീ ഒരു പരിപാലനവും പരിപോഷണവും ചെയ്യാഞ്ഞ ഈ ആവണക്കിനോട് നിനക്ക് തോന്നുന്ന അയ്യോ ഭാവം, അങ്ങനെയെങ്കിൽ 1,20,000 ചെല്ലുവാനും മനുഷ്യരും മൃഗങ്ങളും അടങ്ങുന്ന ഈ വലിയ നിനവെ പട്ടണത്തോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ദൈവം ചോദിച്ചുകൊണ്ട് യോനായുടെ പുസ്തകം അവിടെ തീരുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളോടാണ് ഈ ചോദ്യം. ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ പുറകെ പോയി ജീവിതത്തിൻ്റെ ശരിക്കുമുള്ള പരിപൂർണ സന്തോഷത്തെ കെടുത്തിക്കളയുകയും നമുക്കല്ലാതെ ദൈവത്തിൻ്റെ കൃപയും അനുകമ്പയും അനുഗ്രഹവും വേറെ ആർക്കും വേണ്ട എന്ന് ചിന്തിക്കുകയും, എന്നെ ദോഷം പറഞ്ഞിട്ടുള്ളവരെ, എന്നെ നിന്ദിച്ചിട്ടുള്ളവർ, എന്നെ പഴിച്ചിട്ടുള്ളവരൊന്നും ഒരു കാലത്ത് നന്നാകരുതെന്ന് ചിന്തിക്കുകയും അവർക്കൊന്നും ദൈവസാന്നിധ്യം ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ മനോഭാവത്തോട് ഈ രാത്രി ദൈവം ചോദിക്കുകയാണ്, നിന്നോട് എനിക്ക് അനുകമ്പയാകാമെങ്കിൽ അവനോടും എനിക്കായിക്കൂടെ? ഒരു ഗ്ലോബൽ സിനാരിയോയിൽ ചിന്തിച്ചാൽ ലോകത്തിൽ പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ നമ്മൾ പക്ഷം ചേരുന്നവരാ. ഇവിടെ അസീരിയൻ സാമ്രാജ്യത്തിൻ്റെ ക്രൂരതയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം പറയുന്നതാണത്. അത്രയും ക്രൂരതയിൽ ജീവിച്ചവർക്കും ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നുവെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. യോനായുടെ പുസ്തകത്തിലൂടെ ഗോഡ്സ് അജൻഡ വാസ് ടു ടച്ച് ദ ലൈഫ് ഓഫ് ജോന. എൻ്റെ വിചാരം നിനവേക്കാരുടെ മാനസാന്തരത്തെക്കാൾ ദൈവത്തിന് യോനായുടെ മാനസാന്തരം ആവശ്യമായിരുന്നു. അതുകൊണ്ടല്ലേ അനുസരണക്കേട് കാണിച്ചിട്ടും വീണ്ടും നിനവേക്കാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ മറ്റൊരു പ്രവാചകനെ തേടാതെ യഹോവയായ ദൈവം വീണ്ടും യോനായെ തന്നെ ഉപയോഗിച്ചത്. കാരണം പ്രവാചകൻ എന്ന് പറഞ്ഞിരുന്നാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ കൃപയുടെ അനന്തമായ ആ എക്സ്റ്റെൻഡിനെ തിരിച്ചറിയുവാൻ നിനക്കറിയത്തില്ല യോന എന്ന് യോനായെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ വീണ്ടും യോനായ്ക്കൊരു ചാൻസ് കൊടുക്കുന്നത്. എന്തൊരു ഐറണിയാണ്, വിരോധാഭാസമാണ്. ഒരു സെക്കൻഡ് ചാൻസ് ലഭിച്ച യോനായ്ക്ക് പോലും നിനവേക്കാർക്ക് ലഭിക്കേണ്ടുന്ന സെക്കൻഡ് ചാൻസിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ പറ്റിയില്ല. അതൊരു ഗ്ലോബൽ സിനാരിയോയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് മതക്കാരെക്കുറിച്ചോ മറ്റ് ജാതികളെക്കുറിച്ചോ മറ്റ് രാജ്യക്കാരെക്കുറിച്ചോ ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന, അവർക്കാർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ട, അവർക്കാർക്കും ദൈവത്തിൻ്റെ കൃപകൾ വേണ്ട, അവരെ ആരും ദൈവം അനുകമ്പയോടെ നോക്കണ്ട. ഇനി അത് വിട്, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിൽ നമ്മളോട് എതിർത്തിട്ടുള്ളവർ, നമ്മളെ പഴിച്ചിട്ടുള്ളവർ, ഇപ്പോഴും പരിഹസിക്കുന്നവർ, അവർക്കാർക്കും ദൈവത്തിൻ്റെ അനുകമ്പ വേണ്ട എന്ന് പറയാൻ ഞാനും നിങ്ങളും ആരെന്ന് ഈ രാത്രികാലം ദൈവം ചോദിക്കുന്നു. ഹൂ ആം ഐ ടു ജഡ്ജ്? ഹൂ ആം ഐ ടു ഡിസൈഡ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് മേഴ്സി?
ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഗോഡ്സ് ഗ്രേസ് ആൻഡ് മേഴ്സി ഈസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ മനസ്സിലാക്കുകൾക്ക് അപ്പുറമായിട്ട്, ഞാൻ വരച്ചിരിക്കുന്ന ഒരു സ്ക്വയറിനപ്പുറമായി ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒഴുക്കപ്പെടേണ്ടുന്നതാണ്. അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് പ്രാപ്തിയില്ല എങ്കിൽ ഐ ആം സ്പിരിച്വലി ഷാലോ. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിക്ക് ഉടമയായിട്ടാണോ ഞാൻ ജീവിക്കുന്നതെന്ന് ചിന്തിപ്പാൻ നമുക്കിടയാകണം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. യോനായുടെ ജീവിതത്തിലൂടെ യോനായെ മാനസാന്തരപ്പെടുത്താൻ ദൈവം ശ്രമിച്ചതുപോലെ ഈ രാത്രികാലം നമ്മോടും സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹൗ ഫാർ ഡു വി റിവീൽ അവർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ബിഫോർ അതർ പീപ്പിൾ? എങ്ങനെയാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ ജീവിതത്തെ എനിക്ക് കാട്ടിക്കൊടുക്കുവാൻ സാധിക്കുന്നത്? ഒരു യഥാർത്ഥ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതോ ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ്റെ പ്രവൃത്തികളെ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ അടച്ചിരിക്കുകയാണോ എന്ന് യോനായെ പോലെ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ചെറിയ ചെറിയ ആവണക്കുകളിൽ സന്തോഷം കണ്ടെത്താതെ നിന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത എനിക്ക് ആവശ്യമാണെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ രാത്രികാലം സാധിക്കണം. ദൈവമേ, നിന്റെ കൃപയുടെ അനന്തമായ ആ ഒരു എക്സ്റ്റൻഷനെ അനുഭവിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മടങ്ങിപ്പോകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.